ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് മലയോര ഹൈവേയിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പം അഞ്ചലാണ് നിൽക്കുന്നത്. അഞ്ചൽ ഈ അമ്പലമുക്ക് ജംഗ്ഷനാണ്. ഇവിടെ ഇപ്പം ഞാൻ എന്താ സ്റ്റേറ്റ് ഹൈവേ 59 മലയോര ഹൈവേ. ഇതിപ്പം കേരളത്തിൻ്റെ അങ്ങ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഏകദേശം 1400 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ഭാഗത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് ഇവിടുന്ന് അഞ്ചലിൽ നിന്ന് പുനലൂർ വരെയുള്ള കാഴ്ചകളാണ്. ഇവിടെ റോഡ് നിർമ്മാണം പൂർത്തിയായിട്ട് വർഷങ്ങളായി കേട്ടോ. നല്ല വീതിയുള്ള റോഡാണ്. ഇവിടെ ഈ വരകളൊക്കെ മാഞ്ഞു തുടങ്ങി, കാരണം അത്രത്തോളം 1-2 വർഷമായി ഈ റോഡ് പണി പൂർത്തിയായിട്ട്. നോക്കപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന്, റോഡ് എത്ര വർഷത്തിനുള്ളിൽ തകർന്നോ ഇല്ലയോ എന്ന്. ഇവിടുന്ന് 10 കിലോമീറ്ററാണ് പുനലൂരിലേക്ക്. ഇവിടെല്ലാം വരകളൊക്കെ മാഞ്ഞു പോയി കേട്ടോ. പിന്നെ ചരക്ക് ഗതാഗതം കൂടുതലായിട്ട് നടക്കുന്ന റോഡാണ്. തമിഴ്നാട്ടിൽ നിന്ന് അഞ്ചലൊക്കെ വരുന്ന റോഡാണ്. നമ്മളിപ്പോൾ അഗസ്ത്യ റോഡ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷം മേലെ ആയെന്ന് തോന്നുന്നു ഈ പണി പൂർത്തിയായിട്ട്. റോഡ് 2 വർഷത്തിന് മേലായി. പക്ഷെ ഇപ്പോഴും റോഡ് അടിപൊളിയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നല്ല ചരക്ക് ഗതാഗതം നടക്കുന്ന റോഡാണ്. ഹെവി ലോഡ് പോകുന്ന റോഡാണ്. എന്നിട്ടും റോഡ് എപ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. വരകൾ മാഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നല്ല ക്വാളിറ്റിയുള്ള റോഡ് അല്ലെങ്കിൽ ചരക്ക് വണ്ടികൾ പോകുമ്പോഴേ ഈ റോഡ് കുഴിയും. ആ വണ്ടിയുടെ ടയർ പോകുന്ന ഭാഗം കുറച്ച് കുഴിയും. നമുക്ക് വണ്ടി ഓട്ടിക്കുമ്പോൾ മനസ്സിലാവും നമ്മളെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ലാമ്പും. ചില സ്ഥലങ്ങളിൽ വരകൾ മാഞ്ഞെന്നല്ലാതെ റോഡുകൾ ഇപ്പോഴും കണ്ടീഷൻ തന്നെയാണ്. മലയോര പ്രദേശങ്ങൾക്ക് വമ്പ വികസനം കൊണ്ടുവരാൻ സാധ്യതയുള്ള പാതയാണ് ഇത്. കുറേ സ്ഥലത്ത് പൂർത്തിയായിട്ടുണ്ട്, ഇനി കുറേ സ്ഥലത്ത് പെൻഡിങ് ഉണ്ട് ഈ റോഡ് മലയോര ഹൈവേയിൽ. ഇപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ പണി പൂർത്തിയായിട്ട് കുറേ വർഷമായിട്ടുണ്ട്. വഴിയോര വിശ്രമ കേന്ദ്രം ഇവിടെ കുറേ ഇങ്ങനത്തെ ഈ വളവുകളുണ്ട് കേട്ടോ. വളവ് ഈ ലൈൻ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട്. ഡബിൾ ലൈനാണ് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ഡബിൾ ലൈനാണ്. ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഈ റോഡ്. വഴിയോര വിശ്രമ കേന്ദ്രമാണ്. പൂട്ടിയേക്കാണല്ലേ. അതിൻ്റെ സ്റ്റാഫ് ഇപ്പം പൂട്ടി ഭക്ഷണം കഴിക്കാനും കണ്ടോ പോയത്. നല്ല ബ്യൂട്ടിഫുൾ വഴിയോര കേന്ദ്രമാണ്. ഓപ്പൺ ആണോ എന്ന് അറിയത്തില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര വളവും തിരിവുള്ള റോഡാണ്. നല്ല റോഡായതിനെ കൊണ്ട് വെച്ചലക്കരുത്. കുറച്ച് റോഡ് കുറച്ച് കച്ചറയായിട്ടുണ്ട് കേട്ടോ. കുറച്ച് താന്നു പോയിട്ടുണ്ട് ഈ ഭാഗത്ത്. മാളവിള ഈ സ്ഥലത്തിൻ്റെ പേര് ഏതാണ്? മാവിള. ആ വളവിന്
കനാൽ ജംഗ്ഷൻ കരവാളൂർ. റോഡ് ഇപ്പോഴും നല്ല കണ്ടീഷൻ റോഡായിട്ടാണ് നമുക്കിവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. കുത്തുതടം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ആയൂരിന്ന് അഞ്ചലോട്ട് പോകുന്ന ആ സ്റ്റേറ്റ് ഹൈവേ 48 കണ്ടതുപോലെയുള്ള ഫുട്പാത്തുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. ടൗണിലും അതേപോലെ ഫുട്പാത്തുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മളിപ്പോൾ കരവാളൂർ എത്തിയിട്ടുണ്ട്. പാച്ച് വർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ്, പ്രവൃത്തി ദിവസമാണ്. എന്നിട്ട് പോലും റോഡ് വലിയ ബ്ലോക്കുകളോ തിരക്കുകളോ ഒന്നും കാണാനില്ല. കാരണം നല്ല റോഡുകൾ, വാഹനങ്ങൾ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കും. അവിടെ ബ്ലോക്കായി കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല വേനലിലും പച്ചപ്പുള്ള റബ്ബർ തോട്ടം. ഇവിടെ വീട് വയ്ക്കാനുള്ള പ്ലോട്ട് തിരിച്ചു കൊടുക്കും. പ്ലോട്ട് ഫോർ സെയിൽ കരവാളൂർ. താല്പര്യമുള്ളവർ ഇവിടെ വന്ന് ബന്ധപ്പെടുക. നടക്കട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ചുടുകട്ടയാണ്. അടുക്കള മൂല ചുടുകട്ടയാണ് കേട്ടോ. ചുടുകട്ട ജംഗ്ഷൻ.
അടുക്കള മൂലം എത്തി. ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പണി പൂർത്തീകരിച്ച സ്റ്റേറ്റ് ഹൈവേയുടെ കാഴ്ചകളായിരുന്നു. കുഴപ്പമില്ലാതെ തന്നെയാണ് റോഡ് എപ്പോഴും കിടക്കുന്നത്, വലിയ കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിൽ കുറച്ച് 1-2 പാച്ച് വർക്കുകളും റോഡ് താഴ്ന്നു പോയിട്ടുള്ളതല്ലാതെ അടിപൊളിയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ 59 മലയോര ഹൈവേ എത്രയും പെട്ടെന്ന് തന്നെ പൂർണ്ണമായി പണി പൂർത്തിയാവട്ടെ. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോകാൻ മറ്റൊരു അടിപൊളി റോഡ് കൂടെയാണ്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലെ മലയോര ഹൈവേയുടെ പണികൾ എവിടം വരെ ആയി എന്നുള്ള കമൻറ്റ് ചെയ്യുക. ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.